രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തിന്മയ്ക്കെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടത്തിന് രണ്ട് തലങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് ആന്തരിക തലവും രണ്ട് ബാഹ്യതലവും. ആന്തരിക തലം എന്താണെന്നും കണ്ടു. എൻ്റെ ഉള്ളിൽ തന്നെയുള്ള തിന്മയുടെ ആധിപത്യത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു കഴിവ് ഞാൻ ആർജിക്കണം. അതോടൊപ്പം ബാഹ്യതലം, പുറത്ത് കാണുന്ന, ലോകത്ത് കാണുന്ന തിന്മയ്ക്കെതിരെ പടപൊരുതാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. ക്ലാസ്സുകളിൽ സോഷ്യൽ സയൻസ്, ചരിത്രം ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ സൂചകമായി മഹാത്മാഗാന്ധി അഹിംസയിൽ അധിഷ്ഠിതമായ പുതിയൊരു സമര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. വളരെ നന്നായിട്ട്, ഒരിക്കലും കാണാത്ത തരത്തിൽ ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ചൗരി ചൗര എന്നു പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ സമ്മേളനം നടക്കുന്ന സമയത്ത്, ഒരു ജാഥയൊക്കെ നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പട്ടാളം വന്ന്, പോലീസുകാർ അടക്കം വന്ന്, വലിയൊരു സൈന്യം പോലെ തന്നെ ആൾക്കാർ വന്ന് നിറയൊഴിക്കുകയും വെടിവെക്കുകയും ഈ ആൾക്കൂട്ടത്തെ ഓടിക്കുകയും ചിതറിക്കുകയൊക്കെ ചെയ്തതും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നത് ചൗരി ചൗരയിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ ഈ അക്രമികൾ ചുട്ടെരിച്ചു. 22 പോലീസുകാരും 3 സിവിലിയൻസും അവിടെ കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഈ സമര പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം അക്രമത്തിൻ്റെ മാർഗം നിങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ജനത വളർന്നിട്ടില്ല എന്നാണ് ഗാന്ധിജി അവിടെ ഗാന്ധി അഭിപ്രായപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്നത് എന്തു കാര്യമായിരുന്നെങ്കിലും, എന്തു ലക്ഷ്യത്തോടെയാണെങ്കിലും സത്യത്തിൻ്റെയും അല്ലെങ്കിൽ അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ അത് തിന്മയിലേക്കുള്ള ചായ്വാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മയുടെ പക്ഷം മാത്രം നിൽക്കാനും, ഈ ബ്രിട്ടീഷുകാരെ, നമ്മളെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അടിച്ചമർത്തി ഭരിക്കുന്ന ബ്രിട്ടീഷുകാരെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെങ്കിൽ പോലും നന്മയുടെ പക്ഷം നിന്നേ മുന്നോട്ട് സഞ്ചരിക്കാവൂ എന്ന് മഹാത്മാഗാന്ധി ഓർമ്മിപ്പിച്ചു. ഇവിടെ നമ്മളും പഠിക്കുന്നത് ഇതുതന്നെയാണ്. തിന്മയുടെ ബാഹ്യശക്തികൾക്കെതിരെയോ നമ്മൾ പോരാട്ടം നടത്തുന്ന സമയത്ത് അത് നന്മയിൽ അധിഷ്ഠിതമായ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്നാണ് നമ്മൾ ഈ പാഠത്തിലും നമ്മൾ പഠിക്കുന്നത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഈ ഭാഗം കണ്ട് വായിച്ച് നമുക്ക് തിരിച്ചു വരാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥനാപൂർവം നമുക്ക് വചനം കേൾക്കാം. പത്രോസ്ലീഹയുടെ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 7 മുതൽ. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുവിൻ. തിന്മയുടെ ശക്തികൾ ലോകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ സമചിത്തതയോടെ തിന്മയുടെ ശക്തികളെ നേരിടണം. വിശ്വാസമാവുന്ന വലിയ ആയുധം ഉപയോഗിച്ച് പ്രാർത്ഥനയും വചനത്തിലും അധിഷ്ഠിതമായി ജീവിതം നയിച്ചുകൊണ്ട് തിന്മയുടെ ശക്തികളെ നേരിടണം എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും നല്ല മാതൃക യേശുക്രിസ്തു തന്നെയാണ്. തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഒരു നിരന്തര പോരാട്ടമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി ഈ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ വേണ്ടി യേശുക്രിസ്തു ശക്തി ആർജിക്കുന്നതിനെക്കുറിച്ചും വചനം പറയുന്നുണ്ട്.
പിശാചിൻ്റെ പ്രലോഭനങ്ങളെ യേശുക്രിസ്തു 40 ദിവസത്തെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ഒക്കെ പിശാചിനെ തോൽപ്പിക്കുന്ന ഭാഗങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത്. പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് ഈശോ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരുന്നതായും സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് സാബത്തിൻ്റെ തെറ്റായ ആചരണത്തെക്കുറിച്ച്, ജെറുസലേം ദേവാലയത്തിലെ കച്ചവടത്തെക്കുറിച്ച്, ഫരിസേയരുടെ കപടതയെക്കുറിച്ച്, ഇങ്ങനെ സമൂഹത്തിൽ നിലനിന്നിരുന്ന സകലവിധ തിന്മകൾക്കെതിരെയും പോരാടിയ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. അവസാനം നമ്മൾ കാണുന്നു തൻ്റെ പീഡാസഹനം, മരണം, ഉത്ഥാനം വഴി യേശുക്രിസ്തു സാത്താനെ എന്നേക്കുമായി പരാജയപ്പെടുത്തിയതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദൈവപുത്രനായ ഈശോയെ പിശാച് പരീക്ഷിച്ചുവെങ്കിൽ എന്നെയും തിന്മയുടെ ശക്തികൾ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പല വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പല സാഹചര്യത്തിൽ കടന്നുവരും എന്ന കാര്യം ഉറപ്പാണ്. എന്തു ചെയ്യാൻ സാധിക്കും? യേശുക്രിസ്തുവിനെ പോലെ, ഈശോ മിശിഹായെ പോലെ ഞാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. അതിന് ചില സമയങ്ങളിൽ നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം, പീഡനങ്ങൾ സഹിക്കേണ്ടി വരാം. എന്തു വന്നാലും യേശുക്രിസ്തുവിനെ പോലെ നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൂട്ടുകാരെ, ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്നാമത്തെ കാര്യം, തിന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തണം എന്നാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിന്മ ചെയ്യാനും നന്മ ചെയ്യാതിരിക്കാനും പ്രലോഭനം മനുഷ്യനുണ്ടാകും. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിച്ചത് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം. പ്രലോഭനത്തെ അതിജീവിക്കാൻ, പ്രലോഭനത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ പ്രാർത്ഥന എന്ന ആയുധം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് സാത്താൻ്റെ പ്രലോഭനങ്ങളെ നമ്മൾ ഒരിക്കൽ അതിജീവിച്ചാൽ അതെന്നേക്കുമായി അവസാനിക്കുന്നില്ല എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പുതിയ തന്ത്രങ്ങളുമായി കൂടുതൽ കരുത്തോടെ സാത്താൻ വീണ്ടും നമ്മളെ പിടിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. 11-ാം അധ്യായം 24 മുതൽ 26 വരെ തിരുവചനങ്ങൾ നമ്മളെ ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. എപ്പോഴും ജാഗ്രതയോടെ തന്നെ ഇരിക്കണം. സത്യത്തിൽ സ്നേഹം എന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ കൂടെ നമുക്ക് ഓർക്കാം. തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന വ്രണിതമായൊരു ഹൃദയം അല്ലെങ്കിൽ വ്രണിതമായൊരു സ്വഭാവം മനുഷ്യനുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. ഈ ഒരു അറിവ് പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് വിശ്വാസം, രാഷ്ട്രീയം, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ തിന്മയോടുള്ളൊരു ചായ്വ് എനിക്കുള്ളത് കൊണ്ട് അതിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ കൂടുതൽ ഞാൻ ദൈവത്തോട് ചാഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ നിൽക്കണം എന്നാണ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഈ തിന്മയിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ആ പ്രലോഭനത്തിൻ്റെ വഴിയെ പോവാതിരിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും പറയാൻ പറ്റും. ഒന്ന്, വിശുദ്ധ കുമ്പസാരം. ഈ കുമ്പസാരം എന്ന കൂദാശ കൂടെ കൂടെ സ്വീകരിക്കുക. ഇത് തിന്മയിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തും. രണ്ടാമത്തെ കാര്യം, ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശം. നമുക്കൊരു സ്പിരിച്വൽ ഫാദർ, ആത്മീയ ഗുരുക്കന്മാർ, അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടാനുള്ള ദൈവികമായ ഉത്തരവാദിത്തം ക്രിസ്തു ശിഷ്യനുണ്ട്. അതിന് ഞാൻ തയ്യാറായി നിൽക്കണം. രണ്ടാമത്തെ കാര്യം, കൂദാശകളിലൂടെ ശക്തിപ്പെടണം. തിന്മയുടെ ശക്തികൾ എന്നെ പ്രലോഭിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ തിന്മയിലേക്ക് എന്നെ വഴുതി വീഴിക്കാതിരിക്കാൻ കൂദാശകളിൽ ഞാൻ ശക്തിപ്പെടണം. യേശുക്രിസ്തു തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടി വിജയിച്ചവനാണ് എന്ന് നമ്മൾ കുറച്ചു മുൻപ് തന്നെ പഠിച്ചു.
റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും? ദൈവം എൻ്റെ പക്ഷത്താവണമെങ്കിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കുമെന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ചുരുക്കത്തിൽ, തിന്മയുടെ ശക്തിക്കെതിരെ വിജയം വരിക്കണമെങ്കിൽ കൂദാശകളിലൂടെ ശക്തി പ്രാപിക്കണം. നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണ് എല്ലാ കൂദാശകളും എന്ന് 4-ാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. അതുകൊണ്ട് നമ്മളെ നിരന്തരം വിശുദ്ധീകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം എന്നീ കൂദാശകളിലൂടെ തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടാനും വിശുദ്ധ ജീവിതം നയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. 3-ാമത്തെ പോയിന്റിലേക്ക് വരാം. ദൈവവചനം പാലിച്ച് ജീവിക്കണം. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമായ ഒരു വചനത്തെക്കുറിച്ച്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒറ്റ കാര്യം: വചനാനുസൃതം ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ തിന്മയുടെ ശക്തി എൻ്റെ അടുത്തേക്ക് വരില്ലെന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കണം. 4-ാമത്തെ പോയിന്റിലേക്ക് വരാം. പ്രാർത്ഥനയിലൂടെ കരുത്താർജിക്കണം. യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ പ്രാർത്ഥന, ഉപവസിച്ചുള്ള പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കണ്ടു. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, എന്തുമാത്രം പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നുണ്ടോ അത്രമാത്രം ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നു. അതായത് തിന്മയുടെ ശക്തികൾ എന്നെ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനത്തെ പോയിന്റ്: കൂട്ടായ്മയിൽ വർദ്ധിക്കണം. നന്മയിൽ വളരാനും തിന്മയെ ചെറുക്കാനും വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ വേണം. ഇതാണ് നമ്മുടെ ഇടവക കൂട്ടായ്മ. ഈ ഇടവക കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ വാർഡ് പ്രാർത്ഥനാ യോഗങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ, നിങ്ങൾക്കുള്ള സംഘടനകളിൽ KCYM, മിഷൻ ലീഗ് പോലെയുള്ള സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ച് തിന്മയ്ക്കെതിരെ പോരാടാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. 2-3 കാര്യങ്ങൾ കൂടി ഓർക്കാം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഈശോയെ ഞാൻ അനുകരിക്കണം. 2, എൻ്റെ കൗദാശിക ജീവിതത്തെക്കുറിച്ച് ഞാൻ ഒന്നും കൂടി ചിന്തിക്കണം. ഞാൻ യേശുക്രിസ്തുവിനോട് ചേർന്നാണോ? അനുദിനം വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇടവകയോട് ചേർന്ന്, ഭക്തസംഘടനകളോട് ചേർന്ന് ജീവിതത്തെ ക്രമീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് ജീവിതത്തിൽ അങ്ങയെപ്പോലെ തന്നെ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കുവാനും തിന്മയുടെ ശക്തികൾക്കെതിരെ വിജയം വരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ ഒരാഴ്ചക്കാലം നമുക്ക് മനഃപ്പാഠമാക്കാനും ധ്യാനിക്കാനുമുള്ള വചനം സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 11-ാം തിരുവചനം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചനം മനഃപ്പാഠമാക്കാം. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. നല്ല ഏതാനും ദിവസങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.